മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ഉദ്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ അവശേഷിക്കുന്ന വീടുകളിൽ താമസം സുരക്ഷിതമല്ലെന്ന് ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി. ചൂരൽമല ഭാഗത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളും ഇനിയും താമസയോഗ്യമാണ്. ഇവിടെ ഇനി നിർമ്മാണ പ്രവർത്തനം വേണോ എന്നത് സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട കാര്യമാണെന്നും ജോൺ മത്തായി പറഞ്ഞു. ദുരന്ത മേഖലയായ പുഞ്ചിരിമട്ടത്ത് പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം 3 ദിവസമാണ് മേഖലയിൽ പരിശോധനകൾ നടത്തിയത്. ഉരുൾപൊട്ടൽ മേഖലയിലുണ്ടായത് ശക്തമായ മഴയായിരുന്നു. 3 ദിവസം കൊണ്ട് 570 മില്ലിമീറ്റർ മഴയുണ്ടായെന്ന് വിദഗ്ധ സംഘം പറഞ്ഞു. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ പരിശോധന നടത്തി. ഇതിനു മുമ്പ് 3 തവണ സമാനമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 8 കിലോമീറ്റർ ദൂരത്തിൽ ദുരന്തമുണ്ടാകാൻ കാരണം ഉരുൾപൊട്ടി സീതമ്മക്കുണ്ടിൽ താൽക്കാലിക ഡാം പോലുണ്ടായി. ആ ജലസംഭരണി പൊട്ടിയൊലിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. വനപ്രദേശത്തായതുകൊണ്ട് മരങ്ങൾ കൂടി താഴേക്ക് പതിച്ചത് ആഘാതം കൂട്ടിയെന്നും ജോൺ മത്തായി പറഞ്ഞു. ഇപ്പോൾ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് 10 ദിവസത്തിനകം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മേഖലയിലെ തുടർ പ്രവർത്തനമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ സ്ഥലങ്ങളിലും വിദഗ്ധ സംഘം പരിശോധന നടത്തി. നിലവിൽ 5 സ്ഥലങ്ങളാണ് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഉചിതമായ സ്ഥലം തെരഞ്ഞെടുക്കുക. അമൃത ന്യൂസ്, വയനാട്.